വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ശീലമായി മാറുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ചിന്തകളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് അവ. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു. എങ്ങനെയോ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്നതിനു മുമ്പ് അവരുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. ജോലി, ആളുകൾ, പക്ഷെ അവർ വീണ്ടും വീണ്ടും തിരികെ നൽകുന്നു. നിങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു, എനിക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇത് പ്രണയമാണോ, ആസക്തിയാണോ, അതോ ആത്മീയമായ ഒന്നാണോ? മനുഷ്യ വിശദീകരണത്തിന് അപ്പുറമുള്ള ഒന്ന്. ഇന്ന് ശക്തമായ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ശീലമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ്, ഹൃദയം, ആത്മാവ് എന്നിവ നിരന്തരം ഒരാളെ ചുറ്റിപ്പറ്റി കറങ്ങുമ്പോൾ ആ വ്യക്തിക്ക് 3 അദൃശ്യ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അവർ മൈലുകൾ അകലെയാണെങ്കിലും നിങ്ങൾ മാസങ്ങളായി സംസാരിച്ചിട്ടില്ലെങ്കിലും പോലും അവർ നിങ്ങളെ മറന്നുവെന്ന് നടിച്ചാലും ഊർജം കള്ളം പറയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ചിന്തകൾ ഊർജമാണ്. നിങ്ങൾ അയക്കുന്ന ഓരോ ചിന്തയും ഒരു തിരമാല പോലെ സഞ്ചരിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയെ സ്പർശിച്ച് പ്രതികരണമായി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ചിലപ്പോൾ വികാരങ്ങളിലൂടെ, ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ, ചിലപ്പോൾ പെട്ടെന്നുള്ള ഓർമ്മകളിലൂടെ. ഒന്ന്, നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഉപബോധ മനസ്സിലേക്ക് എത്താൻ തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സ് നിരന്തരം ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു വൈബ്രേഷണൽ ലിങ്ക് സൃഷ്ടിക്കുന്നു. അവരുടെ ഉപബോധ മനസ്സിലേക്ക് എത്തുന്ന ഒരു അദൃശ്യ ബന്ധം. നിങ്ങൾ അവരോട് സംസാരിക്കില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഊർജം സംസാരിക്കുന്നു. നിങ്ങൾ അവർക്ക് സന്ദേശം അയക്കില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയം സിഗ്നലുകൾ അയക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവർ പെട്ടെന്ന് നിങ്ങളുടെ കഥ കാണുകയോ നിങ്ങൾക്ക് സന്ദേശം അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും അവരുടെ പേര് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് യാദൃശ്ചികമല്ല, അത് അനുരണനമാണ്. നിങ്ങളുടെ ഊർജ്ജ തരംഗങ്ങൾ അവരുടെ പ്രഭാവവലയത്തെ സ്പർശിക്കുന്നു, അവരുടെ വികാരങ്ങളെ ഉണർത്തുന്നു. നമ്മുടെ ഉപബോധ മനസ്സ് ആന്റിനകൾ പോലെയാണ്. നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വികാരത്തോടെ ചിന്തിക്കുന്നവരിൽ നിന്ന് അവർക്ക് സിഗ്നലുകൾ ലഭിക്കുന്നു. നിങ്ങൾ ഒരാളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്നേഹത്തോടെയോ വേദനയോടെയോ, നിങ്ങൾ ശക്തമായ ഒരു ഊർജ്ജ ആവൃത്തി സൃഷ്ടിക്കുന്നു. ആ ആവൃത്തി അപ്രത്യക്ഷമാകുന്നില്ല, അത് സഞ്ചരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാതെ ആ വ്യക്തി അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങുന്നു. അവർക്ക് പെട്ടെന്ന് ദുഃഖമോ പെട്ടെന്നുള്ള ഊഷ്മളതയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വാഞ്ചയോ തോന്നിയേക്കാം. അവർക്കത് വിശദീകരിക്കാൻ കഴിയില്ല. അദൃശ്യമായ മന്ത്രിക്കുന്ന ശബ്ദങ്ങൾ പോലെ നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുന്നതായി എനിക്ക് തോന്നി. അതാണ് നിങ്ങളുടെ ഊർജം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതാ സത്യം, ഈ ബന്ധം 2 തരത്തിനും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഊർജം ശാന്തമാണെങ്കിൽ അവ ശാന്തമായി അനുഭവപ്പെടും. നിങ്ങളുടെ ഊർജം കുഴപ്പത്തിലാണെങ്കിൽ അവ ആശയക്കുഴപ്പത്തിലാകും. നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല, നിങ്ങൾ പകരുകയാണ്. അതിനാൽ പ്രപഞ്ചം എപ്പോഴും ശ്രദ്ധിക്കുന്നതിനാൽ നിങ്ങൾ ഏതുതരം ചിന്തകളാണ് അയക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. 2, അവരുടെ ഊർജ്ജ മണ്ഡലം നിങ്ങളുടേതിനെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഈ വരി കേട്ടിരിക്കാം. ഹൃദയത്താൽ ബന്ധിക്കുന്ന 2 ആളുകൾ ദൂരെ നിന്നുപോലും പരസ്പരം വികാരങ്ങൾ അനുഭവിക്കുന്നു. അത് കവിതയല്ല, ഇത് ഊർജത്തിന്റെ ഭൗതിക ശാസ്ത്രമാണ്. ഓരോ മനുഷ്യനും ഒരു വൈദ്യുത കാന്തിക മണ്ഡലം വഹിക്കുന്നു, വികാരങ്ങളാൽ പ്രകമ്പനം കൊള്ളുന്ന ഒരു പ്രഭാവവലയം. ഒരാളെക്കുറിച്ച് നിങ്ങൾ പതിവായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജമണ്ഡലം അവരുടേതുമായി സമന്വയിപ്പിക്കാൻ തുടങ്ങുന്നു. അവരുടെ മാനസികാവസ്ഥ മാറാൻ തുടങ്ങുന്നു. അവരുടെ ചിന്തകൾ നിങ്ങളുടേതുമായി പ്രതിധ്വനിക്കാൻ തുടങ്ങുന്നു. അവരുടെ ജീവിതപാത പോലും നിങ്ങളുടെ വൈബ്രേഷനുമായി സൂക്ഷ്മമായി യോജിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയും പെട്ടെന്ന് അവർ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നു? എങ്ങനെയെങ്കിലും ആ കൃത്യമായ നിമിഷത്തിൽ അവർ നിങ്ങൾക്ക് സന്ദേശം അയക്കുന്നുണ്ടോ? അത് യാദൃശ്ചികമല്ല, അത് നിങ്ങൾക്കിടയിലുള്ള ഊർജ്ജസ്വലമായ കണ്ണാടിയുടെ പ്രതിഫലനമാണ്. പുലർച്ചെ 2 മണിക്ക് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ഉറക്കത്തിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. നിങ്ങളുടെ പ്രഭാവവലയം സ്പർശിച്ചതിനാൽ ശാന്തമായ ഒരു തടാകത്തിന്റെ നടുവിൽ അലകൾ കൂടിച്ചേരുന്നതുപോലെ നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു. എന്തുകൊണ്ടെന്നറിയാതെ തന്നെ അവർക്ക് ആശ്വാസം തോന്നുന്നു. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വൈകാരികമാകും തോറും ബന്ധം കൂടുതൽ ശക്തമാകുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് സ്നേഹം, ഊഷ്മളത, ക്ഷമ എന്നിവയോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ 2 ഹൃദയങ്ങളെയും സുഖപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ അവരെ വേദന, കോപം അല്ലെങ്കിൽ ആസക്തി എന്നിവയോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തെയും അവരുടെയും ഊർജ്ജത്തെയും തടയുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം പലപ്പോഴും നിങ്ങളോട് മന്ത്രിക്കുന്നത്, ഉപേക്ഷിക്കുക. അവ പ്രശ്നമല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് സ്നേഹം സ്വതന്ത്രമായി ഒഴുകണമെന്നതിനാലാണ്.
സ്നേഹം ഒരിക്കലും കൈവശപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല. അത് ബന്ധത്തെക്കുറിച്ചാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ സ്നേഹപൂർവ്വം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം നിങ്ങൾ രണ്ടുപേർക്കും ഔഷധമായി മാറുന്നു. നിങ്ങൾ അയക്കുന്ന വൈബ്രേഷൻ രോഗശാന്തി നൽകുന്നതിനാൽ അവർ ശാന്തരും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും കൂടുതൽ സന്തോഷവതിയുമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. കുഴപ്പങ്ങളിലൂടെയോ ശാന്തതയിലൂടെയോ നിങ്ങൾ എല്ലായ്പ്പോഴും അവരെ ബാധിക്കുന്നു. അതിനാൽ സമാധാനം തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്തും അവരുടെ വൈകാരിക അന്തരീക്ഷത്തിന്റെ ഭാഗമായി മാറുന്നു. 3. വിധി നിങ്ങൾക്കിടയിലുള്ള സാഹചര്യങ്ങളെ പുനർക്രമീകരിക്കാൻ തുടങ്ങുന്നു. ഇനി മൂന്നാമത്തേതും ഏറ്റവും നിഗൂഢവുമായ സത്യം വരുന്നു. നിങ്ങൾ നിരന്തരം ആഴത്തിലുള്ള വികാരമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിധി പ്രതികരിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചം സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും യാദർച്ഛികതകളെയും പുനർക്രമീകരിക്കാൻ തുടങ്ങുന്നു. അതുവഴി നിങ്ങളെ രണ്ടുപേരെയും വീണ്ടും ഊർജ്ജസ്വലമായ വിന്യാസത്തിലേക്ക് കൊണ്ടുവരുന്നു. എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്ന അവരുടെ പേരുപോലെ ചെറുതായിരിക്കാം അവ. അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം പ്ലേ ചെയ്യുന്നു. അവർ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തപ്പോൾ പെട്ടെന്ന് അവരെ കണ്ടുമുട്ടുന്നു. ഇവ ക്രമരഹിതമായ നിമിഷങ്ങളല്ല. അവ വിന്യാസത്തിന്റെ അടയാളങ്ങളാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ ഊർജമാണ്. ഊർജം ദ്രവ്യത്തെ സൃഷ്ടിക്കുന്നു. ഒരാളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സ്ഥിരമായി ചിന്തിക്കുന്തോറും നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ വൈബ്രേഷനിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഇതാ രഹസ്യം. പ്രപഞ്ചം ആളുകളെ ഒരേ കഥയ്ക്കായി തിരികെ കൊണ്ടുവരുന്നില്ല. രോഗശാന്തി, പാഠങ്ങൾ, വളർച്ച എന്നിവയ്ക്കായി അതവരെ തിരികെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു പഴയ അധ്യായം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ ധാരണയോടെ പുതിയൊരെണ്ണം ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കാം. അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കാം. അത് രൂപം മാറ്റുന്നു. നിങ്ങളുടെ ബന്ധം യഥാർത്ഥ വികാരത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് സന്ദേശങ്ങൾ, സ്വപ്നങ്ങൾ, സമന്വയങ്ങൾ അല്ലെങ്കിൽ പരസ്പര സംഭവങ്ങളിലൂടെ വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ നൽകും. എന്നാൽ അത് നിങ്ങളെ ആത്മാഭിമാനം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിലേക്ക് നയിക്കും. എന്തായാലും നിങ്ങൾ വികാരത്തോടെ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുന്നു. ഈ 3 കാര്യങ്ങളുടെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കൽ. ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ശീലമാകുമ്പോൾ അത് പൂർത്തിയാകാത്ത ഊർജത്തിന്റെ അടയാളമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മാക്കൾ ഇപ്പോഴും നിശബ്ദതയിലൂടെ, ദൂരത്തിലൂടെ, സമയത്തിലൂടെ സംഭാഷണത്തിലാണെന്നാണ്. അതിനർത്ഥം അവരെല്ലായ്പ്പോഴും നിങ്ങളുടെ ആത്മമിത്രമോ ഇരട്ടജ്വാലയോ ആണെന്നല്ല. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്തെങ്കിലും ഉണർത്താനാണെന്നാണ്. സ്നേഹം, ക്ഷമ അല്ലെങ്കിൽ ശക്തി. നിങ്ങൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയാത്ത ഓരോ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കണ്ണാടിയാണ്. നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സുഖപ്പെടണമെന്നാണ്. നിങ്ങൾക്ക് വാഞ്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം സ്നേഹം പഠിക്കണമെന്നാണ്. നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാഠം മനസ്സിലാക്കിയെന്നാണ്. നമ്മുടെ ആത്മാവിന് ഇനിയും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ പ്രപഞ്ചം ആളുകളെ ഉപയോഗിക്കുന്നു. അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ബലഹീനതയല്ല, അത് അവബോധമാണ്. ഒരിക്കൽ ആഴത്തിൽ അനുഭവിച്ചതിനെ ഓർമ്മിക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ആ ശീലത്തെ രോഗശാന്തി ഊർജ്ജമാക്കി മാറ്റുന്നതെങ്ങനെ? നിങ്ങളുടെ ചിന്തകൾ സ്ഥിരമാണെങ്കിൽ അവയോട് പോരാടരുത്, അവരെ നയിക്കുക. കാരണം നിങ്ങൾ കൂടുതൽ എതിർക്കുമ്പോൾ അവ ശക്തമാകും. പകരം അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഈ പരീക്ഷിക്കുക. സങ്കടത്തിനോ ആസക്തിക്കോ പകരം നിശബ്ദമായി പറയുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം അയക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്നേഹം അയക്കുന്നു, ഞാൻ എൻ്റേത് തുടരുന്നതുപോലെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം യാത്രയിലേക്ക് വിടുന്നു. ഈ ലളിതമായ സ്ഥിരീകരണം വൈകാരികമായ അടുപ്പത്തെ ആത്മീയ മോചനമാക്കി മാറ്റുന്നു. അത് അവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കുന്നില്ല, അത് 2 ആത്മാക്കളെയും സ്വതന്ത്രമാക്കുന്നു. ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാന്ത്രികമായ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയും. അവർക്കും ആ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും. വൈകാരികമായ പിരിമുറുക്കം മങ്ങും. നിങ്ങൾ രണ്ടുപേരും സുഖപ്പെടാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾക്ക് അവരെ വേദനയോടെയല്ല, നന്ദിയോടെ ചിന്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോഴാണ് നിങ്ങൾ ആ ബന്ധം യഥാർത്ഥത്തിൽ നേടിയെടുക്കുന്നത്. നിരന്തരമായ ചിന്തകൾക്ക് പിന്നിലെ ആത്മീയ സത്യം. പല ആത്മീയ അധ്യാപകരും പറയുന്നത്, നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തപ്പോൾ അവരുടെ ഉയർന്ന സ്വത്വവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്നാണ്.
വാക്കുകൾക്ക് എത്തിച്ചേരാനാകാത്ത ആവർത്തികളിലാണ് ആത്മാക്കൾ ആശയവിനിമയം നടത്തുന്നത്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുണർന്നിരിക്കാം. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടാകാം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടെന്നറിയാതെ അവർക്ക് പെട്ടെന്നൊരു ആശ്വാസം തോന്നിയേക്കാം. ഇത് ആത്മാവിന്റെ ഊർജ്ജമാണ്, അനന്തമാണ്, കാലാതീതവും യുക്തിക്കതീതവുമാണ്. എന്നാൽ ഇവിടെ പോലും സന്തുലിതാവസ്ഥ പ്രധാനമാണ്. നിങ്ങളുടെ ചിന്തകൾ സ്നേഹത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവ നിങ്ങളെ രണ്ടുപേരെയും ഉയർത്തുന്നു. അവ ആസക്തിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവ നിങ്ങളെ രണ്ടുപേരെയും ചോർത്തുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തകൾ പ്രകാശമായിരിക്കട്ടെ. അവ ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങളോടെ സഞ്ചരിക്കട്ടെ. ഓർമ്മിക്കുക, നിങ്ങൾക്കൊരാളെ മുറുകെ പിടിക്കാതെ തന്നെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയും. അതിനാൽ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ഭ്രാന്തനല്ല, നിങ്ങൾ ദുർബലനല്ല. ആഴത്തിൽ തോന്നുന്ന ഹൃദയവും ശക്തമായി ബന്ധിപ്പിക്കുന്ന ഊർജ്ജവുമുള്ള നിങ്ങൾ വെറും മനുഷ്യനാണ്. എന്നാൽ ഈ 3 സത്യങ്ങൾ അറിയുക. നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഉപബോധ മനസ്സിലെത്തുന്നു. നിങ്ങളുടെ ഊർജ്ജങ്ങൾ പരസ്പരം പ്രതിഫലിപ്പിക്കുന്നു. വിധി നിങ്ങളെ പഠിപ്പിക്കാനും സുഖപ്പെടുത്താനും വീണ്ടും ഉന്നിപ്പിക്കാനും സ്വയം പുനഃക്രമീകരിക്കുന്നു. അതിനാൽ വിവേകത്തോടെ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ മനസ്സ് ഒരിടം മാത്രമല്ല, അതൊരു ട്രാൻസ്മിറ്ററാണ്. നിങ്ങളുടെ ചിന്തകൾ സ്വകാര്യം മാത്രമല്ല, ശക്തവുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ നിർത്താൻ കഴിയാത്ത വ്യക്തിക്കും അത് അനുഭവിക്കുന്നു. പക്ഷേ വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയല്ല, പക്ഷെ ഉള്ളിലെവിടെയോ അവർക്കറിയാം. കാരണം ഊർജ്ജം ഒരിക്കലും കള്ളം പറയുന്നില്ല. അതിനാൽ അടുത്തവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ മിന്നിമറിയുമ്പോൾ പുഞ്ചിരിക്കുക, ശ്വസിക്കുക, എന്നിട്ട് പറയുക, ഈ ബന്ധത്തിൽ നമുക്ക് രണ്ടുപേർക്കും സമാധാനവും സ്നേഹവും ലക്ഷ്യവും കണ്ടെത്താം. എന്നിട്ട് കൃപയോടെ വിടുക. കാരണം അവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണെങ്കിൽ അവർ തിരികെ പോകും. ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് വിധിയുടെ സൗമ്യമായ ശക്തിയിലൂടെ. ചിലപ്പോൾ മനസ്സിന് വിശദീകരിക്കാൻ കഴിയാത്തത് ഹൃദയത്തിനറിയാം. ചിലപ്പോൾ ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്നേഹനിർഭരമായ കാര്യമാണ്. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുക. അങ്ങനെ നിങ്ങൾ കാണുന്ന രീതി മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുത നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല.